കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് ഇത്തവണയും സഹായഹസ്തവുമായി സേവാഭാരതി സജീവമായുണ്ട്. ആയിരക്കണക്കിന് ഭക്തർക്കാണ് ഓരോ ദിവസവും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാനം നടത്തുന്നത്. അന്നദാന പന്തലിൽ നിന്നും ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് ഇത്തവണയും സഹായഹസ്തവുമായി സേവാഭാരതി സജീവമായി തന്നെയുണ്ട്. ആയിരക്കണക്കിന് ഭക്തർക്കാണ് ഓരോ ദിവസവും അവിടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാനം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായിട്ടും രോഹിണി, എന്തായാലും ഇന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ അശ്വതി ഭരണിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ ഭരണി ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഏതാണ്ട് 4 മണിയോട് കൂടി തന്നെ കാവുതീണ്ടൽ, ചരിത്രപ്രസിദ്ധമായ കാവുതീണ്ടൽ ആരംഭിക്കും. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ഭക്തജന സഹസ്രങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും സേവാഭാരതി സജീവമായി തന്നെ ഈ സഹായ ഹസ്തവുമായി ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഈ അന്നദാനത്തിന്റെ കലവറയാണ്. ഈ കലവറയിൽ അമ്മമാരും സഹോദരിമാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം ഇത്തരത്തിൽ ഈ ഒരു സഹായം, അതായത് കഷ്ടം നുറുക്കുകയും ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഈ അന്നദാനം ഏതാണ്ട് രാവിലെ 9 മണിയോട് കൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രഭാത ഭക്ഷണവും ഉണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി, അതായത് 29, 30, 31 ഈ 3 ദിവസങ്ങളിലും വളരെ സജീവമാണ് സേവാഭാരതിയുടെ അന്നദാന കൗണ്ടറുകൾ. ആയിരക്കണക്കിനെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് കുറഞ്ഞു പോകും. കാരണം ഏതാണ്ട് 2 ലക്ഷം പേർക്കാണ് ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിലായി, അതായത് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി ഈ സേവാഭാരതി ഇത്തരത്തിലുള്ള ഈ ഭക്ഷണ വിതരണ കൗണ്ടറുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഭക്ഷണ വിതരണം മാത്രമല്ല, മറ്റ് മെഡിക്കൽ സഹായങ്ങളും അതുപോലെ തന്നെ സൗജന്യ ചുക്കുവെള്ളം, സംഭാരം തുടങ്ങി വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ തവണത്തെയും പോലെ കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ചുകൊണ്ട് സേവാഭാരതി ഇത്തവണയും എല്ലാം ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ ചൂടാണ്, വളരെ മികച്ച രീതിയിൽ തന്നെ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി തന്നെയുള്ള പന്തലുകളും അതുപോലെ തന്നെ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ആ തലത്തിലേക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പന്തലുകളടക്കം നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ 100 കണക്കിന് ആളുകൾ ഇപ്പോഴും ക്യൂവിലുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും 4 മണിയോട് കൂടി തന്നെ ഇവിടുത്തെ ചടങ്ങുകൾ, പ്രധാനമായ വിശ്വസ്തമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കും. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഭൂരിഭാഗം രാത്രി ഭക്ഷണവും മിക്ക ദിവസങ്ങളും കൊടുക്കുന്നുണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളാണ്. എന്തായാലും വലിയ തിരക്കാണ് ഇപ്പോഴും അന്നദാന പന്തലിൽ. എൻ്റെ പേര് സതീഷ് എന്നാണ്. ഞാൻ ഇതിൻ്റെ ജനറൽ കൺവീനറാണ്. നമ്മൾ 3 ദിവസമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. 3 ദിവസം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഷിഫ്റ്റുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ദിവസം ഒരു 3 ഷിഫ്റ്റ് ആക്കിയിട്ട് 3 ദിവസങ്ങൾ, അങ്ങനെ ഒരു 8-9 ഷിഫ്റ്റുകളായിട്ട് തിരിക്കും. അപ്പോൾ ഒരു ഷിഫ്റ്റിൽ എങ്ങനെ പോയാലും ഒരു 1500ഓളം പ്രവർത്തകർ, അത് പകുതിയിലധികം അമ്മമാർ ആണ് അതിൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും ഭാഗഭാക്കായിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊടുങ്ങല്ലൂരിന് ചുറ്റുമുള്ള ഏതാണ്ട് 80ഓളം ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതിവിടെ സേവന പ്രവർത്തനങ്ങൾക്കായിട്ട് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ 3 ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഒരു 5000ഓളം പ്രവർത്തകർ ആ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ മുഴുവൻ നേരവും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ആ തരത്തിലുമുണ്ട്. ഇതൊരു പുണ്യപ്രവൃത്തിയായിട്ട്, കാരണം ഒരു 17 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് ആരംഭിക്കുന്നത്. ഇത് ആരംഭിക്കുന്ന സമയത്ത് വളരെ ചെറിയ രീതിയിലാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാനുള്ള മറ്റ് കടകളോ സൗകര്യങ്ങളോ ഇല്ലാതെ കണ്ടിട്ട് അന്നത്തെ പ്രവർത്തകർ ആരംഭിച്ചതാണ്. പിന്നീട് അത് വലുതായിട്ട് വരികയും കൂടുതൽ മുഴുവൻ സന്നദ്ധ സംഘടനകളെയും സാമൂഹ്യ സംഘടനകളെയും എല്ലാം ചേർത്ത് ഒരു വലിയ പ്രസ്ഥാനമാക്കി തീർക്കാനും ഒരേ സ്ഥലത്ത് തന്നെ എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ചെയ്യാൻ, അന്നദാനം മാത്രമല്ല മറ്റെല്ലാ സേവനങ്ങളും ഒരേ സ്ഥലത്ത് തന്നെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നോക്കിയപ്പോൾ കാണാൻ പറ്റിയ പ്രധാനപ്പെട്ട കാര്യം, തിരക്ക് ഒരുപാടുണ്ടല്ലോ, പക്ഷെ അധികം നേരം ആളുകൾക്ക് ക്യൂ നിൽക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. അത് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ജനങ്ങൾ വരുന്നതനുസരിച്ചുള്ള കൗണ്ടറുകൾ തയ്യാറാക്കുകയും ഏതാണ്ട് 750ഓളം സീറ്റുകൾ അതിനുവേണ്ടി റെഡിയാക്കിയിടുകയും, അപ്പോൾ ഭക്ഷണം അവർ വാങ്ങിക്കഴിഞ്ഞാൽ നേരെ അവർക്ക് സീറ്റുകളിൽ പോയിരിക്കാം. അത് വാങ്ങിക്കഴിഞ്ഞാൽ അവർ പിന്നീട് കൈ കഴുകാൻ പാത്രം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മതി, കൈ കഴുകി നേരെ പോവുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കേണ്ട സമയം മാത്രമേ അവരവിടെ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ക്യൂ ഉണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ അതും വർഷങ്ങളെ കൊണ്ട് ആ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയതാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ്, അതായത് അമ്മമാരടങ്ങുന്ന ഭൂരിഭാഗവും അമ്മമാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സഹായത്തിനും മറ്റുമായി എത്തുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇപ്പോഴും ഈ അടുത്ത ഭക്ഷണത്തിന് തയ്യാറെടുപ്പുകളാണ് ഈ കലവറയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കളും അതുപോലെ തന്നെ സുമനസ്സുകളുടെയും സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട ആളുകളും നൽകിയ സംഭാവനയിൽ നിന്ന് തന്നെയാണ് സേവാഭാരതി ഇത്രയും വലിയ ഒരു വിപുലമായിട്ടുള്ള രീതിയിൽ ഈ ഒരു അന്നദാനം സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്നദാനം മാത്രമല്ല, മറ്റ് ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിലും പല തരത്തിലുള്ള സഹായവുമായി സേവാഭാരതി ഉണ്ട്.
എന്തായാലും ഇനി അല്പസമയം കൂടി മാത്രം കാത്തിരുന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള അശ്വതി അനുബന്ധിച്ചുകൊണ്ടുള്ള ഈ കാവ് തീണ്ടലാണ്. അതിനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തരും. അതെ, ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സദാ സേവന സന്നദ്ധരാണ് സേവാഭാരതി. അതുതന്നെയാണ് നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂരിലും കാണുന്നത്. അതോടൊപ്പം ആനന്ദ്, ഇപ്പോഴും ഇങ്ങനെ ഒരു ജനസഞ്ചയം തന്നെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഈ ക്രമീകരണങ്ങൾ നടത്തുന്നത്? കാരണം ഒരു ഭാഗത്ത് മെഡിക്കൽ ക്യാമ്പുണ്ട്, അതോടൊപ്പം അന്നദാനം നടക്കുന്നുണ്ട്. ഇത്രയധികം ജനങ്ങളെ ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള ഒരു വലിയ പന്തൽ തന്നെ കെട്ടിയിട്ടുണ്ട്. അന്നദാനം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ആർക്കെന്താവശ്യമുണ്ടെങ്കിലും അവിടെ സേവാഭാരതി നിമിഷങ്ങൾക്കകം തന്നെ എത്തിച്ചേരുന്ന ഒരു ക്രമീകരണവും സംവിധാനവും ഒക്കെ തന്നെയാണോ അവിടെ നിന്നും ആനന്ദിന് കാണാൻ കഴിയുന്നതും പങ്കുവയ്ക്കാനുള്ളതും? തീർച്ചയായിട്ടും രോഹിണി, അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ മാത്രമല്ല കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ ഏത് മുക്കിൽ പോയാലും ഒരു സേവാഭാരതി പ്രവർത്തകൻ സദാ കർമ്മനിരതനായിട്ട് ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം നൽകുന്ന കാര്യം. കാരണം നമുക്കറിയാം ഏറ്റവും ചൂടുള്ള ഒരു സമയമാണ്. ഈ തലത്തിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും അത്തരത്തിൽ വേനലിന്റെ കാഠിന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പന്തൽ, അതുപോലെ തന്നെ മുക്കിന് ഈ കുടിവെള്ള വിതരണം, സംഭാര വിതരണം തുടങ്ങി എല്ലാ മേഖലകളിലും, അത് വൈദ്യ മേഖലയിലാവട്ടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകളുണ്ട്, ഡോക്ടർമാരുടെ ഒരു സേവനമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലേക്കും സേവാഭാരതി ഈ കൊടുങ്ങല്ലൂർ ഭരണിക്ക് വരുന്ന ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും വേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനു വേണ്ടി സൗജന്യമായി തന്നെ ഉണ്ട്. രാവും പകലുമില്ലാതെ കർമ്മനിരതരായിക്കൊണ്ട് തന്നെ ഓരോ ആളുകളും, അത് കുട്ടി മുതൽ പ്രായഭേദമന്യേ തന്നെയുള്ള ആളുകൾ തന്നെ ഇവിടെ ഉണ്ട്. എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പൊതുവെ നമ്മൾ കണ്ടതാണ്, അതായത് ഈ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഒരുപാട് മണിക്കൂറോളം. പക്ഷെ ആ ഒരു പ്രശ്നം ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന കൗണ്ടറിൽ ഇല്ല. കാരണം ഒരാൾക്ക് പരമാവധി 5 മിനിറ്റ് അപ്പുറത്തേക്ക് ക്യൂ നിൽക്കേണ്ട എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം, പ്രത്യേകിച്ച് ഈ ചൂട് സമയമായിട്ട് പോലും. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. രാവിലെ ഏതാണ്ട് 9 മണിക്ക് ഇവിടെ ഭക്ഷണം കൊടുത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഉച്ചഭക്ഷണം ഏതാണ്ട് 9 മണി 9 കൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിനു മുൻപ് പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും സജീവമാണ് ഈ കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ചുകൊണ്ടുള്ള ഈ സേവാഭാരതിയുടെ സേവന പ്രവർത്തനങ്ങൾ. എന്തായാലും ആളുകൾ ഇപ്പോഴും ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ 3 ദിവസത്തിനിടെ അത്തരത്തിൽ അന്നദാനം നൽകി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്ന വിവരം. രോഹിണി, അതെ ആനന്ദ്, അതിശയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. കാരണം ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളാണ് കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തിലാണ് സേവാഭാരതി സേവാ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ്. സ്വമേധയാ തന്നെ എത്തുന്ന സേവാപ്രവർത്തകരാണ്. അത് അവർക്ക് പ്രായവ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമായവരെ വരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ സദാ സന്നദ്ധരായി എല്ലാവരുടെ അടുത്തേക്ക് ഭക്ഷണം എത്തിക്കുക, അല്ലെങ്കിൽ ആർക്കാണ് കുടിവെള്ളം വേണ്ടത് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ അന്നദാനം എത്ര മണി മുതലാണ് ആരംഭിച്ചത്? എത്ര പ്രഭാത ഭക്ഷണത്തിൽ തുടങ്ങി ഉച്ചഭക്ഷണം, അങ്ങനെ ഇത് ഒരു ദിവസം മുഴുവൻ നീളുന്ന ഭക്തരെ സേവിക്കുന്ന ഒരു തരത്തിലേക്ക് തന്നെയാണോ ആനന്ദ് സേവാഭാരതി ഈ കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നടത്തുന്നത്? തീർച്ചയായിട്ടും രോഹിണി, അതായത് ഈ പ്രഭാത ഭക്ഷണം ഏതാണ്ട് രാവിലെ 7 മണിയോട് കൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉപ്പുമാവും കടലയും ചായയും അടങ്ങുന്ന മെനു ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉച്ചഭക്ഷണം ആരംഭിച്ചു. അത് ഏതാണ്ട് 10 മണിയോട് കൂടി തന്നെ ഉച്ചഭക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും ഒരാൾക്ക് പോലും ഭക്ഷണം കിട്ടാതെ ഈ പന്തലിൽ നിന്ന് പോകേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഉറപ്പ്. അതായത് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത്, ഓരോ സമയം തോറും അദ്ദേഹം പറഞ്ഞ പോലെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് വരുന്നതെങ്കിൽ കൂടി, പക്ഷേ ചില ആളുകൾ 24 മണിക്കൂറും സദാ സന്നദ്ധമായിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനങ്ങളിൽ കർമ്മത്തിൽ ഏർപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ അമ്മമാരാണ്, അവർ വളരെ സന്തോഷം പങ്കിട്ടുമൊക്കെയാണ് ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്ന പ്രവർത്തനത്തിലാണ്. എന്തായാലും നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 3 മണിയോളം വരെ തന്നെ ഇവിടെ സദ്യ, അതായത് ഈ സദ്യ ഒരുക്കുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മമാരുണ്ടാവും. അതുപോലെ തന്നെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു കാഴ്ചയോട് കാണുന്നുണ്ട്. എന്തായാലും ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ സംഘാടനങ്ങളൊക്കെ ഉള്ളത്. കാരണം ഓരോ സമയം
എത്രയധികം ആളുകളാണ് അന്നദാന തന്നിലേക്ക്? ഇത് നമ്മുടെ ഒരു 18 കൊല്ലത്തെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ സംരംഭം നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. 18 കൊല്ലം മുമ്പ് ഒരു ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു അന്നദാന മഹായജ്ഞമാണ് ഈ 18 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത്രയും വിപുലമായ ഒരു ഗംഭീരമായ പ്രവർത്തനമായിട്ട് നമുക്ക് മാറ്റാൻ സാധിച്ചത്. തീർച്ചയായും ആ ഒരു ജനങ്ങളുടെ എല്ലാ ജനങ്ങളുടെയും ഒരു സഹകരണത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കുപരി ജനങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയെ കാണുന്ന പോലെയാണ് നമ്മുടെ ഈ അന്നദാന മഹായജ്ഞത്തിനെ ജനങ്ങൾ കാണുന്നത്. ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം, അത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും നമുക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ യജ്ഞം വളരെ വൻ വിജയമാക്കി തീർക്കാൻ സാധിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഓരോ വർഷം തോറും തിരക്ക് കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഭരണി ആഘോഷ ഇതിൽ വർഷാനുവർഷം ധാരാളം ആൾക്കാർ കയറി കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. തീർച്ചയായും അവരുടെ ആവശ്യങ്ങളും കൂടി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന കുറച്ച് 4-5 കാര്യങ്ങൾ ഉപരിയായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കുറച്ചും കൂടി ദേവസ്വം ബോർഡുമായി സഹകരിച്ചുകൊണ്ട്, മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഈ ഭാഗത്ത് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിൽ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുള്ള കാര്യങ്ങളും ചെയ്യണം എന്നാണ് ഇതിൻ്റെ അടുത്ത ഒരു പ്രോജക്റ്റായിട്ട് വയ്ക്കുന്നത്. അതെ തീർച്ചയായും നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു ശക്തിയാണ്. പണ്ടത്തെ കാലത്ത് നമുക്ക് കൊടുങ്ങല്ലൂർ ഭരണി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാർ നമ്മുടെ ഈ പരിസരത്ത് വരില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ അമ്മമാർക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഈ ഭരണി കാര്യങ്ങൾക്ക് വരാം എന്നുള്ള ഒരു അവസ്ഥ വരികയും അങ്ങനെ ഈ നല്ല സേവനത്തിന് വേണ്ടി അവർ വരികയും ചെയ്യുന്ന പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ അമ്മമാരാണ് ഒരുപക്ഷെ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമുള്ളത്. എന്തായാലും നമ്മളോട് ഇപ്പോൾ വത്സേട്ടനാണ് ചേരുന്നത്, സേവാഭാരതിയുടെ ഉയർന്ന ചുമതലയുള്ളതാണ്. അതായത് ഓരോ സമയം കഴിയുന്നതോറും ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് അന്നദാന ഹോട്ടലിലേക്ക് പ്രവേശിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കത്തോടു കൂടി തന്നെയാണ് എല്ലാ ഹോട്ടലും ചെയ്യുന്നത്. വളരെ നാളുകളായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണിത്. 18 വർഷമായി, ഇത് 18ാമത്തെ വർഷമാണ് ഇവിടെ സേവനം അന്നദാനം ഒക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെ നടക്കുന്നതിൻ്റെ ഈ നാട്ടിലെ കൊടുങ്ങല്ലൂർ പരിസരത്തുള്ള സേവാഭാരതിയുടെ പ്രവർത്തകരും നമ്മുടെയായിട്ട് ബന്ധപ്പെട്ട വിവിധ ക്ഷേത്ര പ്രവർത്തകരൊക്കെ ഒരു വർഷം ഈ കാര്യത്തിന് വേണ്ടി നീക്കിവെക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഊണും ഉറക്കും ഒഴിച്ച് ജോലിയൊക്കെ മാറ്റിവെച്ച് ഇവിടെ വന്ന് സേവനം ചെയ്യും. അങ്ങനെ ചെയ്തതിൽ ഒരു 3000-ഓളം, അതിലൊരു 1500 അധികം അമ്മമാരാണ്. അപ്പോൾ അവർ കൊടുങ്ങല്ലൂരിലെ വരുന്ന കേരളത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്നുമുള്ള ഭക്തന്മാർക്ക് ഒരു കുറവുമില്ലാതെ അവർക്ക് വേണ്ടുന്ന സേവനം ചെയ്യാന്നുള്ളത് അവർ ഈ കൊടുങ്ങല്ലൂർ ഭഗവതിയോടും അമ്മയോട് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന് യാതൊരു കുറവും വരാതെ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവരത് പരിഹരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സാധനങ്ങൾക്ക് കുറവില്ല, ഭക്ഷണങ്ങൾക്ക് കുറവില്ല, ബാക്കി സേവനം ചെയ്യുന്ന പ്രവർത്തകർക്ക് യാതൊരു തരത്തിലുള്ള കുറവുമില്ല. ഇത് ഒരു നിർബാധം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പോരായ്മയും ഇല്ലാതെ നോക്കുക എന്നുള്ളത് എല്ലാ പ്രവർത്തകരും എല്ലാവരും അവരവരുടെ ഒരു കടമയായിട്ട് ഇത് കാണുന്നുണ്ട്. കാരണം ഇവിടെ സേവനത്തിൽ വരുന്ന ആൾക്കാരിൽ സേവാഭാരതിയുടെ സംസ്ഥാന ചുമതലയുള്ള ആൾക്കാർ നിരന്തരമായിട്ട് ചെയ്യുന്ന മേജർ വിവേകാനന്ദ സാറിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകളും സമൂഹത്തിലെ ഏറ്റവും എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്നിട്ട് ഒരു കുടുംബം എന്നുള്ള നിലയിലാണ് ഇവിടുത്തെ സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു തരത്തിലുള്ള കുറവും വരാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഉത്തരവാദിത്തമായിട്ട്, അതൊരു സേവന പ്രവർത്തനമായിട്ട് തന്നെയാണ് എല്ലാവരും അവനവൻ്റെ കടമയായിട്ട് തന്നെയാണ് ഇവിടെയുള്ള ഓരോ മനുഷ്യരും ഈ ഒരു പുണ്യപ്രവർത്തിയെ കാണുന്നത്. അതുതന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു മഹാവിജയത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട രഹസ്യവും. അതെ, തീർച്ചയായും ആനന്ദ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഏത് സാഹചര്യത്തിലും സദാ സേവന സന്നദ്ധമായി തന്നെയാണ് സേവാഭാരതി മുന്നോട്ട് പോകുന്നത്. അതിന് ഉത്സവമായാലും അതല്ല വലിയ രീതിയിലുള്ള എന്തെങ്കിലും വിപത്ത് വന്നാലും ഒക്കെ അവർ മുന്നിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ചുള്ള സഹായ ഹസ്തം സേവാഭാരതി എങ്ങനെയാണ് സജീവമാക്കുന്നത് എന്നുള്ളതും നമ്മൾ തത്സമയം കണ്ടതാണ്. ആയിരക്കണക്കിന് ഭക്തർക്കാണ് ഓരോ ദിവസവും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാനം നടത്തുന്നത്.